റോഡ് ഫ്രണ്ടേജ് ആയിട്ട്, അതും ബസ് റൂട്ട് ഫ്രണ്ടേജ് ആയിട്ട് ഗേറ്റഡ് കമ്മ്യൂണിറ്റിക്കകത്ത് വില്ലകളിൽ താമസിക്കാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണ്, നിങ്ങൾക്കുള്ളതാണ് ഈ കാണുന്ന വീട്. ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എറണാകുളം ജില്ലയിലെ കിഴക്കമ്പലത്താണ് ഈ കാണുന്ന ഒരു വില്ല പ്രൊജക്ട് വരുന്നത്. ഏകദേശം 30ഓളം വില്ലകൾ വരുന്ന വലിയൊരു വില്ല കമ്മ്യൂണിറ്റിയാണ്. നമുക്ക് മെയിൻ റോഡിനോട് ഫേസ് ആയിട്ട്, അതായത് ബസ് റൂട്ടാണ്, അതിനോട് ഫേസ് ആയിട്ട് ഒരു മെയിൻ ഗേറ്റഡ് എൻട്രൻസ് വരുന്നുണ്ട്. അതിനകത്ത് 30ഓളം വില്ലകൾ വരുന്നത് ഈ ഒരു വീടാണെന്ന് സെയിലിനായിട്ടുള്ളത്. എക്സാക്ട് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ കിഴക്കമ്പലം ചമ്മലപ്പടിയാണ്. കിഴക്കമ്പലം ജംഗ്ഷനിലേക്ക് 2 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. ഇതിന്റെ ഫ്രണ്ടിലൂടെ പോകുന്ന റോഡ് നോക്കിക്കോളൂ, വൈഡ് ആയിട്ട് ഇന്റർലോക്കിംഗ് ടൈല് വിരിച്ച വഴിയാണ്. മതിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഡിസൈൻ വരുന്നുണ്ട്, ബ്രിക്ക് മോഡലുള്ള വർക്കുകൾ വരുന്നുണ്ട്. മെയിൻ പില്ലറുകളിൽ ഷോലാമ്പുണ്ട്. ഗേറ്റ് നോക്കുവാണെങ്കിൽ സ്ലൈഡിംഗ് ആൻഡ് ഫോൾഡിംഗ് മെത്തേഡിൽ ലേസർ കട്ട് ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത്. വീടിനും നല്ലൊരു എലിവേഷൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയ നല്ല വലിയൊരു ഏരിയയിൽ തന്നെയാണ് വീടിരിക്കുന്നത്. വീടിന്റെ ഡീറ്റെയിൽസും സ്ക്വയർ ഫീറ്റ് സെന്റ് ഒക്കെ നോക്കുവാണെങ്കിൽ 4.27 ആണ് വരുന്നത്. 2050 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകളോട് കൂടിയിട്ടാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. എലിവേഷൻ ഒക്കെ നോക്കുവാണെങ്കിൽ നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷനുകളിലാണ് പെയിന്റുകൾ കൊടുത്തിരിക്കുന്നത്. ആ വീടിന്റെ ആ ഒരു ഷേപ്പ് നോക്കുവാണെങ്കിൽ ബോക്സി ആണെങ്കിൽ പോലും മുകൾ ഭാഗത്തൊരു എ ഷേപ്പ് വരുന്നുണ്ട്. ആവശ്യത്തിന് ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് കിഴക്കമ്പലത്തേക്ക് 2 കിലോമീറ്ററും ഇൻഫോ പാർക്കിലേക്ക് 8.5 കിലോമീറ്റർ, ഇടപ്പള്ളി നോക്കുവാണെങ്കിൽ 13 കിലോമീറ്റർ, ആലുവയിലേക്ക് 11, എയർപോർട്ടിലേക്ക് 19 കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസ് വരുന്നത്. അടുത്തടുത്തൊക്കെ നിറയെ വില്ലകളുള്ള സേഫ് ആയിട്ടുള്ള ഒരു പ്രൊജക്ടിനകത്താണ് ഈ ഒരു വീട് വരുന്നത്. നമ്മുടെ ഈ ഒരു സ്ലൈഡിംഗ് ഗേറ്റ് തുറന്നാൽ നിങ്ങൾ നേരെ വരുന്നത് കവേർഡ് ആയിട്ടുള്ള കാർ പോർച്ചിലേക്കാണ്. നിങ്ങളുടെ ഒരു കാറിനുള്ള പാർക്കിംഗ് സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. 2 വീലർ വെക്കാനായിട്ട് വേറെയും സ്പേസ്. റൂഫ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ട് സിലിണ്ടറിക്കൽ ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. മുറ്റം കംപ്ലീറ്റ് സ്റ്റോൺ ചെയ്തിട്ട് അതിനകത്തെല്ലാം ഗ്രാസ് ആണ് വിരിച്ചിരിക്കുന്നത്. റൈറ്റ് സൈഡിലൊക്കെ നമുക്ക് ചെടിച്ചട്ടികൾ വെക്കാനാണെങ്കിലും 2 വീലേഴ്സ് വെക്കാനാണെങ്കിലും ഒക്കെ നല്ല സ്പേസ് കിട്ടുന്നുണ്ട്. വീടിന്റെ ലെഫ്റ്റ് സൈഡ് നോക്കുവാണെന്നുണ്ടെങ്കിൽ സെറ്റ് ബാക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് നോക്കുവാണെങ്കിൽ ഫ്ലോറിൽ സ്റ്റോൺസ് തന്നെയാണ് വിരിച്ചിരിക്കുന്നത്. ബാക്കിലും അത്യാവശ്യത്തിന് നല്ല സ്പേഷ്യസ് ആയ ഏരിയ കിട്ടുന്നുണ്ട്. മെറ്റൽ ഷിപ്പാണ് വിരിച്ചിരിക്കുന്നത്. നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു കിണറും കാണാവുന്നതാണ്. വീടിനെ ഫേസ് ചെയ്ത് നിൽക്കുമ്പോൾ ഉള്ള റൈറ്റ് സൈഡ് ആണിത്. കിച്ചൺ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഇവിടെ ഫ്ലോറിൽ ടൈല് തന്നെയാണ് വിരിച്ചിരിക്കുന്നത്. ഇവിടെയും നല്ല വൈഡ് ആയിട്ടുള്ള ഏരിയ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. വീടിന്റെ ഫ്രണ്ട് പോർഷൻ ആണ് ഇവിടെ. നമ്മൾ ഗേറ്റ് കടന്ന് വരുമ്പോൾ ഉള്ള റൈറ്റ് സൈഡ് ആണ്. ഇവിടെയൊക്കെ നല്ല സ്പേഷ്യസ് ആയ ഏരിയ ഉണ്ട്. 2 വീലേഴ്സ് വെക്കുന്നത് കൂടാതെ നിറയെ ചെടിച്ചട്ടികളൊക്കെ ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് വെക്കാനായിട്ട് നല്ലൊരു സ്പേസ് കിട്ടുന്നുണ്ട്. ഗ്രാനൈറ്റ് വിരിച്ച് നല്ലൊരു സിറ്റ് ഔട്ട് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഒരു 3 ചെയറുകൾ വരെയൊക്കെ നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്യാം. സിറ്റ് ഔട്ടിന്റെ മുകൾ ഭാഗത്ത് നോക്കുവാണെങ്കിൽ LED ലൈറ്റുകൾ കൂടാതെ സിലിണ്ടറിക്കൽ ലൈറ്റുകൾ കൂടി വരുന്നുണ്ട്. മെയിൻ ഡോറ് ഈ കാണുന്നതാണ്. ഇവിടുത്തെ മരങ്ങളൊക്കെ നമുക്ക് നോക്കുവാണെന്നുണ്ടെങ്കിൽ ആഞ്ഞിലിയിലും പ്ലാവിലും മഹാഗണിയിലും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. വെസ്റ്റ് ഫേസിംഗ് ആണ്, പടിഞ്ഞാറോട്ടാണ് മെയിൻ ഡോറിന്റെ ദർശനം വരുന്നത്. ഇതാണ് ലിവിംഗ് സ്പേസ്. 9.5 അടി നീളവും 9.5 അടി വീതിയുമാണ് ലിവിംഗ് സ്പേസിന് കൊടുത്തിരിക്കുന്നത്. ഇവിടെ വിൻഡോസ് കിട്ടുന്നുണ്ട്. ഫ്ലോർ ടൈലുകൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയുള്ള ഒരു ലൈറ്റ് ഷെയ്ഡ് വരുന്ന ടൈലാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. TV യൂണിറ്റ് വരുന്നത് ഈ ഒരു ഭാഗത്ത് മൾട്ടിവുഡിൽ നല്ലൊരു ഡിസൈനിലാണ്. ഓപ്പൺ ഷെൽഫുകളും താഴെ ക്ലോസ്ഡ് കബോർഡുകളും കൊടുത്തിട്ടുണ്ട്. റൂഫ് നോക്കുവാണെങ്കിൽ ഫാൻ ഫിറ്റിംഗും ലൈറ്റ് ഫിറ്റിംഗും വരുന്നുണ്ട്. നല്ല ഭംഗിയുള്ള ഡിസൈനുകളും ആവശ്യത്തിനുള്ള ലൈറ്റ് ഫിറ്റിംഗ്സ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ലിവിംഗ് സ്പേസിൽ നിന്ന് നമ്മൾ നേരെ ഡൈനിങ്ങിലേക്ക് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് വരുന്നത്. ഹാൻഡ് റൈൽസ് ഒക്കെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ചെയ്തിട്ട് ടഫിന്റെ ഗ്ലാസ് ഇട്ടിട്ടുണ്ട്. സ്റ്റെപ്പുകളിൽ ഗ്രാനൈറ്റ് ആണ് വരുന്നത്. ആ ഭാഗത്ത് നിങ്ങൾക്ക് വിൻഡോസും കിട്ടുന്നുണ്ട്. സ്റ്റെയർ കേസിന്റെ താഴെയുള്ള ഭാഗം കംപ്ലീറ്റ് കബോർഡുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇൻവെർട്ടേഴ്സ് വെക്കാനും സ്റ്റോറേജ് സ്പേസ് ആയിട്ടൊക്കെ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാവുന്നതാണ്. ആ ഭാഗത്തൊരു പാർട്ടീഷൻ പോലെ ഒരു വർക്കും കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഗ്യാപ്പുകളൊക്കെ കൊടുത്തിട്ട് ആ കാണുന്ന സ്പേസുകളുടെ ഇടയിലെല്ലാം തന്നെ കംപ്ലീറ്റ് ആയിട്ട് വുഡൻ ആയിട്ടുള്ളതും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഡൈനിങ് സ്പേസിലേക്ക് നമ്മൾ നോക്കുവാണെങ്കിൽ 13.5 അടി നീളവും 10.5 അടി വീതിയുമാണ് ഡൈനിങ് സ്പേസിന് കൊടുത്തിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയ ഡൈനിങ് ഹാളാണ്. സ്ട്രൈറ്റ് നിങ്ങൾക്ക് 3 വിൻഡോസും കിട്ടുന്നുണ്ട്. വാഷ് ഏരിയ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് പാനലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. ലൈറ്റ് ഫിറ്റിംഗ്സ് നല്ല ഡിസൈനും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ബ്ലാക്ക് കളർ ഗ്രാനൈറ്റിലാണ് ജാഗ്വാറിന്റെ വാഷ് ബേസിൻ വെച്ചിരിക്കുന്നത്. താഴെ കംപ്ലീറ്റ് ആയിട്ട് കബോർഡുകളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. റൂഫിൽ ഫാൻ ഫിറ്റിംഗ് വരുന്നുണ്ട്. ആവശ്യത്തിലുള്ള ഡിസൈനുകളൊക്കെ കൊടുത്തിട്ട് ആവശ്യത്തിന് മാത്രമുള്ള ലൈറ്റ് ഫിറ്റിംഗ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇലക്ട്രിക്കൽ ഐറ്റംസ് ഒക്കെ നോക്കുവാണെങ്കിൽ വി ഗാർഡിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്കിവിടെ താഴെ 2 ബെഡ്റൂമുകൾ കിട്ടുന്നുണ്ട്. ആദ്യത്തെ ബെഡ്റൂം ഈ ഒരു ഭാഗത്താണ്. ചെറിയൊരു പാസേജ് പോലെ വന്നിട്ടാണ് നമ്മൾ ബെഡ്റൂമിലേക്ക് എൻ്റർ ചെയ്യുന്നത്. ഡോറിന്റെ പാറ്റേൺ ഈ ഒരു മോഡലിലാണ് കൊടുത്തിരിക്കുന്നത്. 12.5 11.5 ഫീറ്റ് ആണ് ബെഡ്റൂം സൈസ്. നേരെ വരുമ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഒരു വോളിൽ ഭംഗിയായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്.
രണ്ട് സൈഡിൽ വിൻഡോസ് വരുന്നുണ്ട്. ബാക്കിയുള്ള വിൻഡോസ് ഈ ഒരു ഭാഗത്തുമാണ് കൊടുത്തിരിക്കുന്നത്. റൂഫ് നോക്കുവാണെങ്കിൽ നല്ലൊരു ഡിസൈനും ലൈറ്റ് ഫിറ്റിംഗ്സും ഫാൻ ഫിറ്റിംഗും കൊടുത്തിട്ടുണ്ട്. വാർഡ്രോബും ഡ്രസ്സിംഗ് ടേബിളും കൂടെ ഒന്നിച്ചാണ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു വുഡൻ ഡിസൈൻ ആണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. നേരെ നോക്കുമ്പോൾ അറ്റാച്ച്ഡ് ബാത്റൂമിന്റെ ഡോർ ആണ് കാണുന്നത്. സ്പേഷ്യസ് ആയ ഒരു ബാത്റൂമാണ്. ഡാർക്ക് ബ്ലൂ ഷെയ്ഡിൽ ഡിസൈൻ വരുന്ന ടൈലാണ് കൊടുത്തിരിക്കുന്നത്. ബാത്റൂം ഫിറ്റിംഗ്സ് ഒക്കെ ജാഗ്വാറിലാണ് ചെയ്തിരിക്കുന്നത്. ബെഡ്റൂമുകൾ തമ്മിൽ നല്ല പ്രൈവസി ഉണ്ട്. ഈ ഒരു ഭാഗത്ത് ഒന്നാമത്തെ ബെഡ്റൂം കഴിഞ്ഞാൽ ഈ ഒരു എൻഡിലായിട്ടാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ബെഡ്റൂം സൈസ് നോക്കുവാണെങ്കിൽ 9.5 ഫീറ്റ് ആണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ട് വിൻഡോസ് വരുന്നുണ്ട്. ബാക്കി 3 വിൻഡോസ് വരുന്ന ഈ ഒരു വോള് നോക്കിയാലും നല്ല രീതിയിലൊരു ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ടാണ് ഡ്രസ്സിംഗ് ടേബിൾ മിറർ കൂടി അറ്റാച്ച് ചെയ്തിട്ട് നമ്മുടെ വാർഡ്രോബ് കൊടുത്തിരിക്കുന്നത്. റൂഫിൽ നല്ലൊരു ഡിസൈൻ കൊടുത്തിട്ട് ഫാൻ ഫിറ്റിംഗും ലൈറ്റ് ഫിറ്റിംഗ്സും വരുന്നുണ്ട്. എല്ലായിടത്തും തന്നെ എയർ ഹോൾ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമിൽ നല്ല ഭംഗിയുള്ള ഒരു ബ്രൗൺ ഡിസൈൻ വരുന്ന ടൈലാണ് കൊടുത്തിരിക്കുന്നത്. സൗകര്യത്തോട് കൂടിയിട്ടാണ് ഈ ഒരു ബാത്റൂം ചെയ്തിരിക്കുന്നത്. കിച്ചൺ നോക്കുവാണെങ്കിൽ നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് വരുന്നത്. സെപ്പറേറ്റ് ആയിട്ട് ഡോറ് കൊടുത്തിട്ട് ക്ലോസ്ഡ് കിച്ചൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നല്ല സ്പേസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടുത്തെ കിച്ചൺ ക്യാബിനറ്റ്സ് നോക്കുവാണെങ്കിൽ ടോട്ടൽ 3 ലെയറുകളിലായിട്ടാണ് ക്യാബിനറ്റ്സ് വരുന്നത്. മുകളിൽ 2 ലെയറിലും താഴെ 1 ലെയറുമാണ് വരുന്നത്. കിച്ചന്റെ സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡിസൈൻ വരുന്ന ടൈലാണ്. രണ്ട് ഭാഗത്തായിട്ട് വിൻഡോസ് വരുന്നുണ്ട്. കിച്ചന്റെ കൗണ്ടർ ടോപ്പ് നോക്കുവാണെങ്കിൽ ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ്. ഈ ഒരു ഭാഗത്തായിട്ട് നിങ്ങൾക്ക് സിങ്കും പൈപ്പ് കണക്ഷനും കിട്ടുന്നുണ്ട്. റൂഫ് നോക്കുവാണെങ്കിലും സിമ്പിൾ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പുകളിലെല്ലാം തന്നെ ഫുഡ് ലാംപ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നേരെ വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മൾ വന്ന് നിൽക്കുന്നത്. വലിയൊരു ഹാളാണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്. അപ്പർ ലിവിംഗ് സ്പേസ് ഇവിടെയാണ്. നല്ല സ്പേഷ്യസ് ആയിട്ട് ലെങ്തി ആയിട്ടുള്ള ഒരു ഹാളാണ്. ഹാളിന്റെ റൂഫിലേക്ക് നിങ്ങൾ നോക്കിക്കോളൂ. കംപ്ലീറ്റ് ആയിട്ട് നല്ല ഭംഗിയുള്ള ഡിസൈനുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഫാൻ ഫിറ്റിംഗും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് TV വെക്കാനുള്ള അറേഞ്ച്മെന്റ് കൊടുത്തിരിക്കുന്നത്. മൾട്ടിവുഡില് നല്ലൊരു ഡിസൈനിലാണ്. പാനലിംഗ് വർക്കുകൾ വരുന്നുണ്ട്. ഓപ്പൺ ഷെൽഫുകളും ക്ലോസ്ഡ് കബോർഡുകളും കിട്ടുന്നുണ്ട്. ഇവിടെ വിൻഡോസ് വരുന്നുണ്ട്. അതിന് സെയിം ഓപ്പോസിറ്റ് സൈഡിൽ നിങ്ങൾക്ക് 3 വിൻഡോസ് ആണ് കിട്ടുന്നത്. താഴെ 2 ബെഡ്റൂമുകൾ കണ്ടു. മുകളിൽ നമുക്ക് 2 ബെഡ്റൂമുകളും കാണാനുണ്ട്. നമുക്ക് ബെഡ്റൂമിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ഒരു ഭാഗത്ത് ഹാളിൽ നിൽക്കുമ്പോൾ ഇവിടെയായിട്ട് നമുക്ക് ബാൽക്കണിയിലേക്കുള്ള എൻട്രൻസ് വരുന്നുണ്ട്. അത്യാവശ്യത്തിന് സ്പേഷ്യസ് ആയ ഒരു ബാൽക്കണിയാണ്. ടഫിന്റെ ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട് ഹാൻഡ് റൈൽസ് ഒക്കെ സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് ചെയ്തിരിക്കുന്നത്. മുകളിലൊക്കെ നോക്കുവാണെങ്കിൽ സിലിണ്ടറിക്കൽ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു കവേർഡ് ബാൽക്കണി കൂടാതെ ഈ ഒരു കവേർഡ് ബാൽക്കണിയിൽ നിന്ന് തന്നെ ചെറിയൊരു ഗേറ്റ് കൊടുത്തിട്ട് താഴേക്ക് ഇറങ്ങാനുള്ള സ്പേസ് ഉണ്ട്. അവിടെ വലിയൊരു ഓപ്പൺ ബാൽക്കണി നമുക്ക് കിട്ടുന്നുണ്ട്. ചെടിച്ചട്ടികളൊക്കെ വയ്ക്കാനായിട്ട് നല്ലൊരു സ്പേസ് ആണ് ഇവിടെ കിട്ടുന്നത്. മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത് നമ്മൾ സ്റ്റെപ്പ് കയറി വന്ന ഈ ഒരു ഭാഗത്തായിട്ടാണ്. ബെഡ്റൂം സൈസ് നോക്കുവാണെങ്കിൽ 12 ഫീറ്റ് ആണ്. സ്ട്രെയിറ്റ് കാണുന്ന വോളിൽ 3 വിൻഡോസും ആ വോള് കംപ്ലീറ്റ് ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. റൂഫ് നോക്കുവാണെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയ ഡിസൈനും ലൈറ്റ് ഫിറ്റിംഗ്സും ഫാൻ ഫിറ്റിംഗും വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വാർഡ്രോബും ഡ്രസ്സിംഗ് ടേബിളും വരുന്നത്. ഇവിടെയായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. നല്ലൊരു വൈറ്റ് ഷെയ്ഡ് വരുന്ന ടൈലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ഈ ഒരു ബാത്റൂമും ചെയ്തിരിക്കുന്നത്. നാലാമത്തെ ബെഡ്റൂമിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് യൂട്ടിലിറ്റി സ്പേസ് കിട്ടുന്നുണ്ട്. ഇവിടെ നിന്ന് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് ആണ്. ഹാൻഡ് റൈൽസ് ഒക്കെ കൊടുത്തിട്ട് റൂഫ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. റൂഫ് വരുന്നത് കോൺക്രീറ്റിൽ തന്നെയാണ്. നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്തായിട്ടൊക്കെ നല്ല സ്പേസ് കിട്ടുന്നുണ്ട്. ഇവിടെ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള അറേഞ്ച്മെന്റ്സ് എല്ലാം തന്നെ കിട്ടുന്നുണ്ട്. ഫൈനൽ ആൻഡ് നാലാമത്തെ ബെഡ്റൂമിലേക്ക് വരുന്ന സമയത്ത് ബെഡ്റൂം സൈസ് 14.5 ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ബെഡ്റൂമിന്റെ രണ്ട് ഭാഗത്തായിട്ട് നിങ്ങൾക്ക് വിൻഡോസ് കാണാം. ആ വിൻഡോ ഇരിക്കുന്ന വോളിലും നല്ലൊരു ഡിസൈൻ തന്നെയാണ് കിട്ടുന്നത്. റൂഫില് ലൈറ്റ് ഫിറ്റിംഗ്സും ഫാൻ ഫിറ്റിംഗും കൊടുത്തിട്ടുണ്ട്. വാർഡ്രോബുകളും ഡ്രസ്സിംഗ് ടേബിളും കൂടെ ഈ ഒരു ഭാഗത്ത് ആ ഒരു വോള് കംപ്ലീറ്റ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ബാത്റൂമിനകത്തെ ടൈലുകളൊക്കെ നോക്കുവാണെങ്കിൽ വൈറ്റ് കളറിൽ ഡിസൈൻ വരുന്ന ഒരു ടൈല് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബാത്റൂമാണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്. നമുക്ക് ഈ ഒരു ബെഡ്റൂമിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് ബാത്റൂമിനടുത്ത് ഇങ്ങനെ ഒരു ഡോറ് കിട്ടുന്നുണ്ട്. അത് തുറന്നാൽ നിങ്ങൾക്ക് ഇവിടെയും ഒരു ബാൽക്കണി. സോ 2 ബാൽക്കണി നമുക്ക് ഈ ഒരു വീട്ടിൽ കിട്ടുന്നുണ്ട്. റൂഫ് ഒക്കെ കംപ്ലീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. വലിയൊരു ബാൽക്കണിയാണ്. ഹാൻഡ് റൈൽസ് ഒക്കെ സേഫ് ആയിട്ടാണ് ടഫന്റെ ഗ്ലാസ് ഇട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഹോട്ട് ഫ്രെയിം ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഇന്ന് മാർബിൾ ഹോംസിലൂടെ കണ്ട ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കിഴക്കമ്പലത്താണ്. എക്സാക്ട് ആയിട്ട് കിഴക്കമ്പലത്ത് ചെമ്മലപ്പടി എന്നാണ് സ്ഥലത്തിന്റെ പേര് വരുന്നത്. കിഴക്കമ്പലം ജംഗ്ഷനിൽ നിന്ന് നമുക്ക് വെറും 2 കിലോമീറ്റർ ആണ്. എല്ലാ ഭാഗങ്ങളിലേക്കും ഈസി ആക്സസ് ആണ്. ബസ് റൂട്ട് ഫ്രണ്ടേജ് ആയിട്ട് വരുന്ന ഒരു ഗേറ്റഡ് വില്ല കമ്മ്യൂണിറ്റിക്ക് അകത്താണ് ഈ വീട് വരുന്നത്. ഏകദേശം 30 വില്ലകൾ വരുന്നുണ്ട്. എല്ലാത്തിലും ആളുകൾ താമസമായി ഈ ഒരു വീട് കൂടിയാണ് നമുക്കിനി സെയിലിനായിട്ടുള്ളത്.
ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ 4.27 ആണ് ലാൻഡ് അളവ്, 2050 സ്ക്വയർ ഫീറ്റ് ആണ്. 4.27 സെന്റിൽ 2050 സ്ക്വയർ ഫീറ്റിൽ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 4 ബെഡ്റൂമുകളും ഒരു കാറിനുള്ള പാർക്കിംഗ് ഫെസിലിറ്റിയും വെൽ വാട്ടർ സൗകര്യത്തോട് കൂടിയിട്ടാണ് വീട് ചെയ്തിരിക്കുന്നത്. ബസ് റൂട്ട് ഫ്രണ്ടേജ് ആയിട്ടൊക്കെ താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്തുകൊണ്ട് നല്ലൊരു ഓപ്ഷനാണ്. വീടിന്റെ പ്രൈസ് 95 ലക്ഷം രൂപയാണ്. 95 ലാക്സ് എന്നുള്ളതിന്റെ പ്രൈസ് തീർച്ചയായിട്ടും മാർബിൾ ഹോംസ് വഴി നിങ്ങൾ വരുന്ന സമയത്ത് നെഗോഷ്യബിൾ ആണ്. ലോൺ ഫെസിലിറ്റിയും അവൈലബിൾ ആണ്. ഞങ്ങളുടെ നമ്പറുകൾ സ്ക്രീനിലുണ്ട്. വിളിക്കുമ്പോൾ ഫോൺ പിക്ക് ചെയ്തില്ല എങ്കിൽ ജസ്റ്റ് ഒരു മെസ്സേജ് ആണ് നിങ്ങളുടെ പേര് വാട്സപ്പിലേക്ക് അയച്ചിട്ട് ഞങ്ങൾ തിരിച്ചു വിളിച്ചോളാം. ഫിനാൻസ് ഫെസിലിറ്റിയിലും വീട് സ്വന്തമാക്കാം. എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിച്ചോളൂ. വീടുകൾ വളരെ പെട്ടെന്ന് സെയിൽ ആവുന്ന ഒരു ട്രെൻഡ് ആണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് ഒട്ടും ലേറ്റ് ആക്കണ്ട, ഇന്ന് തന്നെ മാർബിൾ ഹോംസിലേക്ക് വിളിച്ച് അപ്പോയിന്റ്മെന്റ് ഉറപ്പാക്കിക്കോളൂ. അപ്പോൾ ഇതുപോലെ ഭംഗിയുള്ള വീടുകളുടെ വിശേഷങ്ങളുമായി ഇനിയും മാർബിൾ ഹോംസിലൂടെ കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.